പണ്ടൊക്കെ നമ്മൾ മലയാളികൾ ഒരാൾ ചെയ്ത കാര്യം ഗംഭീരമായാൽ അവരെ അഭിനന്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് കലക്കി എന്നത്. പക്ഷെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുന്നിൽ പോയി ഈ വാക്ക് പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ് അവസ്ഥ. സ്വന്തം നേതാവിനെ പുകഴ്ത്താൻ പോയ ഒരു പാവം കോൺഗ്രസ് അണിയുടെ ഗതികേട് ഒന്ന് കണ്ടു നോക്കൂ. സംഭവം ഇതാണ്. നമ്മുടെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ നാണക്കേട് ഉണ്ടായിട്ടും അതിലൊന്നും പ്രശ്നമില്ലാതെ വീട്ടിൽ അടയിരിക്കാതെ അടുത്ത തവണയെങ്കിലും ഒരു MLA പദവി സ്വപ്നം കണ്ട് വലിയ ഗമയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആവേശത്തോടെ നമ്മുടെ കഥാനായകൻ, അതായത് ഒരു പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ, അങ്ങനെ പറഞ്ഞാലും പോരാ, ഒരു ഡൈ ഹാർഡ് മാങ്കൂട്ടം ആരാധകൻ, പേര് നിസ, പുള്ളി മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൽ പോയി ഒരു കമന്റ് ഇട്ടു, കലക്കിയെന്ന്. സംഭവം മാങ്കൂട്ടത്തെ പുള്ളി അഭിനന്ദിച്ചതാണ്. മാങ്കൂട്ടത്തിന് നാണമില്ലായ്മ, മാനമില്ലായ്മ, ഉളുപ്പില്ലായ്മ എന്നീ ത്രിഗുണങ്ങളെയും പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യത്തെയും ഓർത്താണ് പുള്ളിയെ കമലിട്ടത്. പക്ഷേ വേണ്ടായിരുന്നു. കടുത്ത CPM-കാർക്ക് പോലും ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. മാങ്കൂട്ടത്തിൻ്റെ അണികൾക്കും ഫാൻസിനും ഈ കലക്കി എന്ന് കേട്ടാൽ ഇപ്പോൾ വേറൊരു ഓർമ്മയെ വരും, സാക്ഷാൽ ഗർഭം കലക്കി. പിന്നെ അവിടെ നടന്നത്, അതായത് ആ കമന്റ് വീണ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൽ നടന്നത് പെറ്റ തള്ള പോലും സഹിക്കാത്ത സൈബർ അറ്റാക്കാണ്. സ്വന്തം നേതാവിനെ അനുകൂലിച്ചവനെ ഫാൻസുകാർ തന്നെ കൂട്ടം ചേർന്ന് പഞ്ഞിക്കിടുക. കമന്റ് ബോക്സിലെ പൊങ്കാല കണ്ടാൽ നമ്മൾ ഞെട്ടും. ഒരാൾ ചോദിക്കുന്നു, എടാ, ബാക്കി പറയാൻ കൊള്ളാത്ത വാക്കാണ്, നിന്റെ വീട്ടിൽ എത്ര എണ്ണം കലക്കിയെന്ന്. വേറൊരാളുടെ വക ഉപദേശം അതൊട്ടും പുറത്തു പറയാൻ കൊള്ളില്ല. സ്വന്തം പാർട്ടിയിൽപ്പെട്ട മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത ഒരുത്തനോടാണ് ഈ ചോദ്യങ്ങളെന്ന് ഓർക്കണം. ഇതിനിടയിൽ ചിലർക്ക് പുള്ളി ഏത് ഗ്രൂപ്പാണെന്ന് അറിയണം. പാവം നിസ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോയതാ, ഇപ്പോൾ സ്വന്തം വീട് എവിടെയാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നേതാവിനെ താങ്ങിയവനെ തന്നെ ഫാൻസുകാർ ചേർന്ന് എയറിലാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഓർക്കുക, ഇനി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൽ പോയി ആരെങ്കിലും അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിഘണ്ടു നോക്കി വേറെ വല്ല വാക്കും കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. പൊളിച്ചു, തകർത്തു എന്നൊക്കെ പറയാം, അല്ലാതെ അറിയാതെ പോലും ഈ കലക്കി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കരുത്. കാരണം ആ വാക്ക് അവിടെ ഔദ്യോഗികമായി നിരോധിച്ചിരിക്കുകയാണ്. നേതാവിനെ സപ്പോർട്ട് ചെയ്ത് കലക്കാൻ പോയവനെ അണികൾ ചേർന്ന് കലക്കി കുടിക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോൾ പുള്ളിക്കാരൻ നാരങ്ങാ വെള്ളം കുടിക്കണമെങ്കിൽ പോലും കലക്കാൻ പറയില്ല, മിക്സ് ചെയ്യാനേ പറയൂ. അപ്പോൾ ശരി, കാണാം.